മാർച്ചിൽ നടക്കേണ്ട എക്സാം എലക്ഷൻ ആയതുകൊണ്ട് മെയ് 6-നൊക്കെ എന്ത് ചെയ്തു, എക്സാം നീട്ടി വെച്ചു. സോ ഇന്നെൻ്റെ ആദ്യത്തെ എക്സാം ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇന്നലെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ മാതിരി ഉണ്ടായിരുന്നു. ബുക്ക് ഫുള്ളായിട്ട് പഠിച്ചാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയ സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, എക്സാമിന് നല്ല മാർക്കിന് വരിക. ശരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരൊന്നൊന്നര മൂഞ്ചൽ നമ്മൾ മൂഞ്ചിപ്പിക്കും. ഇപ്പാണെങ്കിലാണെങ്കിൽ പോവാത്ത സ്ഥലങ്ങളില്ല, വരാത്ത ആൾക്കാരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഭയങ്കര ബിസി. അത് എക്സാമിൻ്റെ ടൈമിൽ മാത്രമേ ഉണ്ടാവും. എക്സാം അങ്ങ് കഴിഞ്ഞതിനല്ല ഒന്നും ഉണ്ടാവില്ല. എക്സാമിന് പഠിക്കാനൊന്നും പറ്റൂല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനും എന്ത് ചെയ്യും, അവരെ കൂടെ നിന്നിട്ട് ഇങ്ങനെ വായി നോക്കും. പറയും, എന്തിനാ ഇങ്ങനെ വായി നോക്കാൻ നിൽക്കുന്നത്, എനിക്ക് റൂമിലിരുന്ന് പഠിച്ചൂടെ. പക്ഷെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂല, എനിക്ക് ആ കഴിവില്ല, പഠിക്കാനില്ല കേട്ടോ. എന്താ പറയുക, ഒരാൾ നമ്മളടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ ബുക്ക് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വീട്ടിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ റൂമിലിരുന്ന് പഠിക്കുക, ആ കഴിവ് എനിക്കില്ല. എനിക്ക് കൂടെ ഇരുന്നിട്ട് ഞാനും എന്ത് ചെയ്യും, എൻജോയ്മെൻറ്റ് ചെയ്യും. എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ ഞാൻ വല്ലാത്തൊരു മൂഞ്ചും ചെയ്യും. ഞാൻ പറയുന്നത് 1ാം ക്ലാസ് തൊട്ടിട്ട് 10ാം ക്ലാസ്സാണ് നമ്മൾ ശരിക്കും എൻജോയ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് തിരിയുക ആ ലൈഫൊന്ന് കിട്ടിക്കഴിഞ്ഞാണ്. ഇപ്പം ആണെങ്കിൽ ഭയങ്കര സീരിയസ്നെസ് ആണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ വേണ്ടി പറ്റൂല. പണ്ടൊക്കെ എന്താ പറയുക, ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് നടന്നു. പിന്നെ ഒരു 10ാം ക്ലാസ്സിൽ എത്തിയാലും നമുക്കൊരു ബോധം വരില്ല. +2 എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബോധം ഉണ്ടാവാതിരിക്കാം. ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ബോധം. പക്ഷെ ഡിഗ്രിയിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, എങ്ങനെയാവും, എവിടെ എത്തണം, എന്താണ് നമ്മുടെ അച്ചീവ്സ്, ഗോൾസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിയിലോട്ടൊക്കെ എത്താൻ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടൊരു ഹോപ്പ് ഉണ്ടാവാം, നമ്മളെന്തായി തീരും, അല്ലെങ്കിൽ നമുക്ക് എന്താണുള്ളത് എന്നുള്ളതിൽ. സോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നേടണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടാണ്. ഏതായാലും പഠിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പെടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ട് പഠിക്കണം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തെടുക്കണം. അതിന് കുറച്ച് നമ്മൾ പരിശ്രമിക്കണം. നമ്മളെ കൊണ്ടൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എൻ്റെ എക്സാമാണ്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യുള്ളൂ, മൈൻഡൊക്കെ റിലാക്സേഷൻ ആവും, നല്ല ബ്രീഫായി കിട്ടത്തുള്ളൂ. അത് വേറെ എന്താ പറയുക, എന്തോ ഒരു ലൈഫാണ്. എന്താ പറയുക, വാക്കുകളില്ലാത്തവർക്കും പഠിക്കുക ഇതന്നെ പറയാം. പക്ഷെ പഠിക്കുമോ? ഇല്ല. എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ടേ പഠിക്കത്തുള്ളൂ. എന്നാലേ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ, ഇല്ലെങ്കിലോ ഒന്നും എഴുതാൻ പറ്റൂല. വളരെ വളരെ ദയനീയമായൊരവസ്ഥയാണ് എക്സാം. പഠിച്ചതൊന്നും വരില്ല, ജസ്റ്റ് നോക്കിയതായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, വലിയ മാർക്കിനൊക്കെ വരിക. അപ്പോഴാണ് എന്ത് ചെയ്യുക, ചിലവസ്ഥ ഫീൽ ചെയ്യുക. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസം പോകുന്നത്. എക്സാം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡൊക്കെ ഒരു ഓക്കെ ആവും. അതുവരെ ഞാൻ എന്താണ് ഷോക്കടിച്ചാൽ എങ്ങനെ ഉണ്ടാവുക, അതേമാതിരിയാണ് എൻ്റെ അവസ്ഥ.